പുള്ളിയുടെ ഫ്രണ്ടിൻ്റെ ഒരു ആക്സിഡൻറ്റ് സംബന്ധമായിട്ടുണ്ടായ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസും ജർമ്മനിയിൽ ഉള്ള എൻ്റെ ഒരു അവസ്ഥ, എന്തൊക്കെ സംരക്ഷണങ്ങളാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ഇവിടുത്തെ നിയമം കൊടുക്കുന്നത്. ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻ്റ് അല്ല, ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഫീൽഡിലുമല്ല. ലീഗലൈസ് ചെയ്യണം. നമ്മുടെ നാട്ടിലെ ഒരു വ്യക്തി പോലും ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാതെ ജോലി ചെയ്യാനോ ജീവിക്കാനോ പാടില്ല. ഇവിടെ എല്ലാം നമുക്ക് എന്താണ് ആവശ്യം? പണം. കോടീശ്വരന് പണമുണ്ട്, പാവപ്പെട്ടവന് പണമില്ല. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ മറ്റൊന്നിനെക്കുറിച്ചുമല്ല, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ അറിവ് നിങ്ങളുമായി പങ്കുവയ്ക്കുക എന്നൊരു ഒറ്റ ലക്ഷ്യത്തോടുകൂടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കെതിരെ കൂടുതൽ അറിയാവുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിവേ, എൻ്റെ ഒരു ആശയമല്ല, ഒരു യാഥാർത്ഥ്യമായ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ റീസെൻ്റ്ലി കഴിഞ്ഞ ദിവസം നാട്ടിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ പുള്ളി പറഞ്ഞ ഒരു കാര്യത്തിൻ്റെ ബേസിൽ പുള്ളിയുടെ ഫ്രണ്ടിൻ്റെ ഒരു ആക്സിഡൻറ്റുമായിട്ട് സംബന്ധമായിട്ടുണ്ടായ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും ട്രീറ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഞങ്ങളിങ്ങനെ കുറേ സംസാരിച്ചു. കാഷ്വലായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസും നമ്മുടെ നാട്ടിലൊരു അവസ്ഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ ഇവിടെ ജർമ്മനിയിൽ ഉള്ള എൻ്റെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ജർമ്മനിയിലെ ആളുകൾ ജീവിക്കുന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു നിയമത്തിൻ്റെ പരിഗണന, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ പരിഗണനകളാണ് നിയമം, ഇവിടെ എന്തൊക്കെ സംരക്ഷണങ്ങളാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ഇവിടുത്തെ നിയമം കൊടുക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ അവരോട് ഷെയർ ചെയ്യേണ്ടത്. ആവശ്യമില്ലാത്ത മുഖവര കൊടുത്ത് ഞാൻ ഈ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല. വേറൊന്നുമല്ല, ഈ സംസാരം ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയാണ്. ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻ്റ് അല്ല, ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഫീൽഡിലുമല്ല. ഞാൻ ഇന്ത്യയിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നും ജോലിക്കായിട്ട് വിദേശത്തേക്ക് ജർമ്മനിയിലോട്ട് വന്ന ഒരാളാണ്. കഴിഞ്ഞ 3 വർഷം മുന്നെയാണ് ഞാൻ ജർമ്മനിയിലെത്തുന്നത്. ജർമ്മനിയിലെത്തി ഇവിടെ ജോലി ചെയ്ത്, ഇവിടെ ടാക്സ് അടച്ച്, ഇവിടെ ഹെൽത്ത് ഇൻഷുറൻസ് അടച്ച് ജീവിക്കുമ്പോൾ നമുക്ക് നാട്ടിലെ ഒരു സിറ്റുവേഷനും ഇവിടുത്തെ സിറ്റുവേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ നാടും ജർമ്മനിയും ഒക്കെ കിടക്കുന്ന ഒരു അന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു അന്തരം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പലർക്കും അറിയില്ല ഹെൽത്ത് ഇൻഷുറൻസ് എന്താണ്, അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ബെനിഫിറ്റ് എന്താണ്, അത് എടുത്തത് കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്. ഈവൻ ഞാൻ ഉൾപ്പെടെ 8 വർഷം ഞാൻ കേരളത്തിൽ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. എൻ്റെ സാലറി പരിമിതികളും അതിൽ നിന്നും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ള ഇഷ്യൂസും അത് പോകുന്ന എക്സ്പെൻസൊക്കെ ഞാൻ ഉൾപ്പെടെ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇത്രയും പൈസ മുടക്കി ഇൻഷുറൻസ് എടുക്കുന്ന എനിക്ക് ഓരോ പ്രതിമാസവും എനിക്ക് എന്തൊക്കെ എക്സ്പെൻസുകളാണുള്ളത് എന്നൊക്കെ ഒരുപാട് ചിന്തിച്ച് ഇൻഷുറൻസ് എടുക്കാണ്ട് മുമ്പോട്ട് പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. എനിക്കിപ്പോൾ ഇവിടെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. ഇവിടെ ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് ഇതെല്ലാം നമ്മൾ കാലക്രമേണ ഒരു സിറ്റുവേഷനിൽ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ആദ്യം തന്നെ ഞാൻ ഇവിടുത്തെ ഒരു രീതി പറയട്ടെ. ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന ഏതൊരു ഫീൽഡ് ആയിക്കോട്ടെ, ഏതൊരു പ്രൊഫഷൻ ആയിക്കോട്ടെ, ഏത് പ്രൊഫഷനിലും ജോലി ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ, അവൻ എത്രയായിക്കോട്ടെ സാലറി കിട്ടുന്ന സാലറി ഇവിടെ എല്ലാം ബാങ്ക് ത്രൂ മാത്രമാണ്. നമ്മുടെ നാട്ടിലാണല്ലോ ക്യാഷ് കൈ കൊടുക്കുന്നത്, അല്ലെങ്കിൽ കുറേ നല്ല നല്ല കമ്പനികൾ അക്കൗണ്ടിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ. അല്ലാത്തടത്തെല്ലാം നമുക്ക് കയ്യിലാണ് പൈസ കിട്ടുന്നത്. അപ്പോൾ എത്രത്തോളം സാലറി കിട്ടുന്നത്, ഇങ്ങനെയുള്ള രീതികളൊക്കെ കൺഫ്യൂസീവാണ് നാട്ടിൽ. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നിയമപ്രകാരം അക്കൗണ്ട് ത്രൂ മാത്രമേ സാലറി കൊടുക്കാൻ പാടുള്ളൂ. അല്ലാത്തൊരു കേസിൽ ഏതെങ്കിലും തരത്തിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ആ എംപ്ലോയർക്കും എംപ്ലോയിക്കും നല്ല രീതിയിലുള്ള ഫൈനും നിയമപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇവിടെ 100% എല്ലാ ജോലിക്കും എല്ലാവരും അക്കൗണ്ട് ത്രൂ മാത്രമാണ് സാലറി മേടിക്കുന്നത്. മാത്രമല്ല, ഈ രാജ്യത്തെ നിയമം പ്രകാരം അതാത് എംപ്ലോയേഴ്സ് അവരുടെ എംപ്ലോയീസിന് സാലറി കൊടുക്കുമ്പോൾ നിശ്ചിതമായിട്ടും ഡിഡക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഡിഡക്റ്റ് ചെയ്തിട്ട് മാത്രമേ സാലറി കൊടുക്കുകയുള്ളൂ. അത് എത്ര ശമ്പളം കൂടിക്കോട്ടെ, എത്ര ശമ്പളം കുറവായിക്കോട്ടെ, ആ സാലറിയിൽ നിന്നും ഓരോ സാലറി ക്ലാസ്സിനനുസരിച്ചും ഓരോ ടാക്സ് ക്ലാസ്സിനനുസരിച്ചിട്ടുമുള്ള ടാക്സും മറ്റ് അലവൻസ് മറ്റ് കാര്യങ്ങളും എല്ലാം ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ അക്കൗണ്ടിൽ ഫൈനലി എമൗണ്ട് എത്തുകയുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഓരോ ടാക്സ് ക്ലാസ്സിനനുസരിച്ച് പെർസെൻറ്റേജ് നമ്മുടെ സാലറിയിൽ നിന്ന് മസ്റ്റായിട്ടും ടാക്സ് കട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ടാക്സ് പേയേഴ്സാണ്. അതിന് പുറമെ ഇവിടെയുള്ള മറ്റ് ബെനിഫിറ്റ്സ്, അത് പെൻഷൻ പ്ലാൻ ആയിക്കോട്ടെ, ഹെൽത്ത് ഇൻഷുറൻസ് ആയിക്കോട്ടെ, ഇതൊക്കെ മാൻഡേറ്ററി ആണ്. ഈ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ പൗരനും അവരുടെ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ മാൻഡേറ്ററി ആണ്, ഗവൺമെൻറ് റൂളാണ്, അത് പിടിച്ചിട്ടേ നമുക്ക് കിട്ടൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ആരോടും പരാതി പറയാനില്ല. ശരിയാണ്, സാലറി അക്കൗണ്ടിൽ വരുമ്പോൾ അയ്യോ ഈ മാസം ഇത്രയും കട്ടിങ് ഉണ്ടായി, ഈ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് ഇത്രയും നമ്മുടെ കയ്യിൽ കിട്ടുള്ളൂ, നമുക്ക് സ്വാഭാവികമായിട്ടും വിഷമം ഉണ്ടാവും. പക്ഷേ അതിനപ്പുറത്തേക്ക് അതൊരു ഇനീഷ്യൽ കുറച്ച് നാളുകൾ മാത്രമേ ആ ഒരു ടെൻഷൻ ഉണ്ടാവുള്ളൂ. കാരണം ഇതെനിക്ക് മാത്രമല്ല, എൻ്റെ ചുറ്റുപാടുമുള്ള എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അവിടെ ഈഗോ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. എൻ്റെ സാലറിയിൽ നിന്ന് കട്ടാകുന്നത് പോലെ തന്നെ ഈ രാജ്യത്ത് ജോലി ചെയ്യുന്ന ഓരോ പൗരൻ്റെ കയ്യിൽ നിന്നും സാലറി വരുമ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം, ഹെൽത്ത് ഇൻഷുറൻസും പെൻഷൻ പ്ലാൻസും മറ്റ് ബെനിഫിറ്റ്സും മറ്റ് സോഷ്യൽ ബെനിഫിറ്റ്സും ടാക്സും ഇതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം മാത്രമേ അവരുടെ അക്കൗണ്ടിൽ പൈസ വരുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഹോസ്പിറ്റൽ ഇഷ്യൂ വന്നു, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോകുമ്പോൾ നമുക്ക് ഇൻഷുറൻസ് കാർഡ്, ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് മാത്രം അവിടെ കൊടുത്താൽ മതി. ഇൻ കേസ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുന്ന അങ്ങനത്തെ എന്തെങ്കിലും കേസുകൾ വന്നു കഴിഞ്ഞാൽ ഒരു നിസാര എമൗണ്ട് മാത്രം, നമുക്ക് ഒരു റൂമിൻ്റേതായിട്ടുള്ള ഒരു എക്സ്പെൻസ് മാത്രം, ഫൈനലി എല്ലാം കഴിഞ്ഞ് നമുക്കൊരു ചെറിയൊരു ബില്ല് വരും. ഒരു 5 ദിവസം നമ്മൾ കിടന്നു കഴിഞ്ഞാൽ ഒരു പെർ ഡേ ഒരു 10 euro 20 euro ഏകദേശം, ഹോസ്പിറ്റൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. അത്രയ്ക്ക് ഇവിടെ വരുന്നുള്ളൂ. അതല്ലാതെ നമുക്ക് ട്രീറ്റ്മെൻറ്റിന് കാര്യമായ എക്സ്പെൻസുകളോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സാലറി കിട്ടിക്കഴിഞ്ഞാൽ, എനിക്ക് ഈ മാസം സാലറി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് മറ്റു ചിലവുകളിലേക്കോ അല്ലെങ്കിൽ സേവിങ്സ് പ്ലാനിലേക്കോ ഇൻവെസ്റ്റ്മെൻറ്റ്സ് പ്ലാനിലേക്കോ എന്തിലേക്ക് വേണമെങ്കിലും എൻ്റെ മണി ഇൻവെസ്റ്റ് ചെയ്യാം. ഹെൽത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ടെൻസ്ഡ് അല്ല. അതേസമയം നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താണ്? നാട്ടിൽ അങ്ങനെ ഒരു നിയമമില്ല. ഒന്ന്, നമ്മുടെ രാജ്യത്ത് ഒരുപാട് പേര് ഇപ്പോഴും ദരിദ്രരേഖയ്ക്ക് താഴെയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സ്ഥിര വരുമാനമില്ല. കൂലിപ്പണിക്കാർ അങ്ങനെയെല്ലാം ഉണ്ട്.
അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള നിയമങ്ങളോ കാര്യങ്ങളോ നിർബന്ധമല്ല. വൺസ് ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്, ഏത് തരത്തിലുള്ള ജോലിക്കാരായിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ് ഒരു പ്ലാൻ ഉണ്ടാക്കണം, ഇത്ര ദാരിദ്ര്യത്തിലേക്ക് താഴെയാണ്. നമുക്കവിടെ നാട്ടിൽ റേഷൻ കാർഡ് ഇങ്ങനെയുള്ള എല്ലാ സംഗതികളും ഉണ്ട്. അതനുസരിച്ചിട്ട് ആളുകളെ കാറ്റഗറൈസ് ചെയ്ത് ഇത്ര ശമ്പളത്തിൽ താഴെയുള്ളവർക്ക് ഗവൺമെൻറ്റിൻ്റെതായ എന്തെങ്കിലും ആനുകൂല്യങ്ങളോ പ്രൊട്ടക്ഷനോ ഹെൽത്ത് ഇൻഷുറൻസുകളോ പ്രൊവൈഡ് ചെയ്തുകൊണ്ടും ഇത്ര സാലറി സ്കെയിലിന് മേളിലുള്ളവർക്ക് നിർബന്ധമായിട്ടും ഹെൽത്ത് ഇൻഷുറൻസ് മാൻഡേറ്ററി ആക്കിക്കൊണ്ടുള്ളൊരു നിയമം പാസ്സാക്കുകയാണെങ്കിൽ ആദ്യകാലത്തൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകും, ശരിയാണ്. പക്ഷേ ഫ്യൂച്ചറിൽ ചിന്തിക്കുമ്പോൾ എല്ലാവരുടെയും ചിന്താഗതികൾ മാറും. ലീഗലൈസ് ചെയ്യണം. നമ്മുടെ നാട്ടിലെ ഒരു വ്യക്തി പോലും ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാതെ ജോലി ചെയ്യാനോ ജീവിക്കാനോ പാടില്ല. അതിനുവേണ്ട സംവിധാനങ്ങൾ ഗവൺമെൻറ് കൊണ്ടുവരണം. ഇപ്പോഴത്തെ പുതിയ UDF ഗവൺമെൻറ് വന്നു, വയോധികർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ആയിട്ടുള്ള ഇൻഷുറൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്ന് പറയും പോലെ നമ്മുടെ സാമ്പത്തിക അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളെ കാറ്റഗറൈസ് ചെയ്ത് അതിന് തക്ക ഇൻഷുറൻസ്, അത്യാവശ്യം ശമ്പളമുള്ളവൻ മസ്റ്റായിട്ടും അവൻ്റേതായ പണം മുടക്കി ഇൻഷുറൻസ് എടുത്തിരിക്കണം. അല്ലാത്തവർക്ക് ഗവൺമെൻറ്റിൻ്റെതായ സപ്പോർട്ട്സ് വേറെ രീതിയിൽ കാണണം. അങ്ങനെയാണെങ്കിൽ നാളത്തെക്കുറിച്ച് ഓർത്ത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഒരു 20,000 30,000 രൂപ ഇന്നത്തെ ഒരു കോമൺ സാലറി ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ അത്യാവശ്യം ഒരു ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു 20,000 to 30,000 ഓർ എബവ് സാലറി എന്തായാലും കിട്ടുന്നുണ്ട്. ആ ഒരു ബേസിൽ നമുക്കൊരു വർഷത്തെ ഒരു ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ 25 to 35 ഏജ് ഒക്കെ ആയിട്ടുള്ളവർക്ക് ഒരു പേഴ്സണൽ ഹെൽത്ത് ഇൻഷുറൻസ്, ഇൻ കേസ് ഇനി അവർ മാരീഡ് ആണെങ്കിൽ ഒരു ഫാമിലി ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്നതിന് ഒരു വർഷത്തേക്ക് ഈ ഒരു ഏജ് കാറ്റഗറിയിൽ വരുന്നവർക്ക് വേറെ പ്രത്യേകിച്ച് കാര്യമായ അസുഖങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു 14,000 മുതൽ 16,000 17,000 ഒരു 20,000 ബിലോ ഇന്ത്യൻ റുപ്പിയാണ് ഒരു വർഷത്തേക്കുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് വരുന്നത്. ഒരു 7 lakh 5 lakh മുതൽ 10 lakhs വരെയുള്ള പ്ലാനുകൾ അവൈലബിൾ ആണ്. അത് കാലക്രമേണ പല ഇൻഷുറൻസിനും പല പോളിസീസ് ഉണ്ട്. നമ്മൾ ക്ലെയിം ചെയ്യാത്ത ഇയേഴ്സിലൊക്കെ അത് മൾട്ടിപ്പിൾ ആവും എന്നൊക്കെയുള്ളൊരു കുറേ ബെനിഫിറ്റ്സ് അതിലൊക്കെ വരുന്നുണ്ട്. അത് വ്യക്തമായിട്ട് ഓരോ ഇൻഷുറൻസിനെ പറ്റി പഠിച്ചിട്ടെടുക്കുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ കയ്യിൽ ഇന്ന ഇൻഷുറൻസ് എന്നുള്ള സജഷനൊന്നുമില്ല. അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ മാസം സാലറി വന്നു, ആ സാലറിയിൽ നിന്നും എനിക്ക് ഫിക്സഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളുണ്ട്. എനിക്ക് കാർ EMI ഉണ്ടാവാം, ബൈക്ക് EMI ഉണ്ടാവാം, ഹോം ലോൺ EMIs ഉണ്ടാവാം, പേഴ്സണൽ മറ്റ് എക്സ്പെൻസുകൾ ഉണ്ടാവാം, എൻ്റെ കുടുംബത്തിലേക്കുള്ള എക്സ്പെൻസുകൾ ഉണ്ടാവാം, എൻ്റെ യാത്രാ ചെലവുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ എനിക്ക് മറ്റു സാധനങ്ങൾ ഇപ്പോൾ മൊബൈൽ ഫോൺസ്, കമ്പ്യൂട്ടർ അങ്ങനെയുള്ള എന്തെങ്കിലും എൻ്റെ ആഗ്രഹപ്രദമായിട്ടുള്ള മറ്റു സാധനങ്ങൾ മേടിക്കുന്നതിനും ആയിട്ട് ഞാൻ എക്സ്പെൻസ് ചിലവാക്കുന്നുണ്ടാവാം. പക്ഷേ അവിടെ ഞാൻ ചിന്തിക്കേണ്ട ഒരു കാര്യം, എനിക്ക് ഇൻഷുറൻസ് ഇല്ല അവിടെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ഒരു സാലറിയുടെ ഇത്ര ശതമാനം ഞാനത് സേവിങ്സിൽ ഇട്ടാൽ മാത്രമേ, എൻ്റെ അക്കൗണ്ടിൽ സേവ് ചെയ്താൽ മാത്രമേ, ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ഒന്നും ഞാൻ പറയുന്നില്ല, എൻ്റെ അക്കൗണ്ടിൽ ഞാനൊരു 5,000 6,000 അല്ലെങ്കിൽ ഒരു 10,000 വരെയെങ്കിലും ഞാനത് സേവ് ചെയ്തിട്ടാൽ മാത്രമേ എനിക്ക് ആ ഒരു 10,000 മിനിമം ഞാൻ ഒരു എമൗണ്ട് എടുക്കും. ഒരു 10,000 ഞാൻ ഒരു മാസം സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എനിക്കൊരു 12 months 12,000 rupees മാത്രമേ എനിക്ക് സേവ് ചെയ്യാനുണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം എൻ്റെ എക്സ്പെൻസുകളായിട്ട് പോയി. ഈ 12,000 ചിലപ്പോൾ ഒരു നല്ലൊരു എമൗണ്ട് ആവണമെങ്കിൽ ചിലപ്പോൾ 5 വർഷം 10 വർഷമൊക്കെ എടുക്കുമായിരിക്കും. പെട്ടെന്ന് എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായി, എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടായി, ഒരു ട്രീറ്റ്മെൻറ്റ് ഒരു വർഷത്തിൽ ചിലപ്പോൾ ഒരു 4 ലക്ഷം 5 ലക്ഷം 6 ലക്ഷം രൂപ ചിലവായിട്ടുണ്ടാവാം. ചിലപ്പോൾ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ആ ഒരു എമൗണ്ട് ഉണ്ടാവില്ല. ഇൻ കേസ് ഇനി ആ ഒരു എമൗണ്ട് സേവിങ്സിൽ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ സേവ് ചെയ്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു, ആ എമൗണ്ട് കംപ്ലീറ്റ് വേസ്റ്റായി നല്ല ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിച്ചുവെങ്കിൽ പോലും എൻ്റെ അക്കൗണ്ട് കാലിയായി അവിടെ. അതേസമയം ഈ ഒരു 20,000 രൂപ അല്ലെങ്കിൽ 15,000 രൂപയുടെ ഒരു ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് ഒരു 10 lakhs rupees ഞാൻ എടുത്തിട്ടു. എനിക്ക് പ്രതിമാസം എനിക്ക് ഒറ്റയടിക്ക് 15,000 രൂപ കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. എനിക്കത് EMI ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാം. എവറി മന്ത്സ് 15,000. ഇപ്പോൾ ഞാനത് 12 months ആയിട്ട് എനിക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. ചെറിയൊരു എമൗണ്ട് വരുന്നുള്ളൂ, 1,000 2,000 രൂപയൊക്കെ വരുന്നുള്ളൂ. അത്രയും വരുന്നില്ല, 2,000 ഒന്നും വരുന്നില്ല, 1,000 to 1,000 ബിറ്റ്വീനാണ് വരുന്നുള്ളൂ. അതെനിക്ക് അത്ര വലിയ എക്സ്പെൻസ് അല്ല. ബാക്കി എമൗണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ടെൻഷൻ ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു ഹോം ലോൺ എടുത്ത് എനിക്ക് വീട് പണിയാനോ അല്ലെങ്കിൽ ഒരു കാർ ലോൺ എടുക്കാനോ അല്ലെങ്കിൽ പല എക്സ്പെൻസുകളിലേക്കും എൻ്റെ സാലറി എനിക്ക് മാറ്റാം. കാരണം എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായി അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും ഉണ്ടായി, പെട്ടെന്ന് എനിക്ക് ഇൻഷുറൻസ് ഉണ്ട്, ഞാൻ അവിടെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതേസമയം ഞാൻ ഈ സേവ് ചെയ്ത് മാറ്റി വയ്ക്കുന്ന പൈസ, എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നാളെ എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായി, നാളെ എന്തെങ്കിലും അസുഖം ഉണ്ടായി, ഹോസ്പിറ്റലൈസ്ഡ് ആയി, എനിക്ക് കയ്യിൽ പൈസ ഇല്ല, ഞാൻ ആരോടെങ്കിലും ഇറക്കാൻ പോണ്ടി വരും. അതുകൊണ്ട് എനിക്ക് പൈസ സേവ് ചെയ്തേ പറ്റുള്ളൂ. ഈ പൈസ ഉപയോഗിച്ച് എനിക്ക് യാതൊരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ പോകും. ഭാവിയിൽ കല്യാണം വന്നു, ആ എമൗണ്ട് അക്കൗണ്ടിൽ കിടക്കുന്ന എമൗണ്ട് ചിലപ്പോൾ കല്യാണത്തിനായിട്ട് എടുത്ത് പോകും. ഇൻ കേസ് നമുക്കൊരു ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റൽ ആവശ്യത്തിന് ഫ്യൂച്ചർ ലക്ഷ്യം കണ്ട അക്കൗണ്ടിൽ നമ്മൾ പൈസ കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ സേവിങ്സ് നമ്മുടെ മാരേജ് വന്നു എടുക്കുക, ഉപയോഗിക്കുക, വീണ്ടും ദെൻ സേവ് ചെയ്യുക. നമുക്ക് കുറച്ചെങ്കിലും ഒരു 60% എങ്കിലും ടെൻഷൻ ഇല്ലാതെ ജീവിക്കാം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ നമുക്കുണ്ടെങ്കിൽ. നമ്മൾ ദിനം പ്രതി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കാണാറുണ്ട്, ഒരുപാട് ആളുകൾക്ക് ആക്സിഡൻറ്റിൻ്റെ ഫലമായിട്ടും അതല്ലാത്ത രോഗത്തെ തുടർന്നും ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുണ്ടായിട്ട് ചികിത്സാ സഹായത്തിനൊക്കെ ആയിട്ട് ചോദിച്ചുകൊണ്ടൊക്കെ ഉള്ള ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ കാണാറുണ്ട്. നമ്മൾ മലയാളികളാണ്, നമ്മളെല്ലാ കാലത്തും ഇതിനൊക്കെ കൈകോർത്ത് നിൽക്കുന്നവരാണ്. നമ്മൾ എല്ലായ്പ്പോഴും നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ എല്ലാവർക്കും ചെയ്യാറുണ്ട്. അതിനൊക്കെ നമ്മൾ മുൻപന്തിയിലാണ്. അതെല്ലാം നല്ലതാണ്, ഞാനതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതൊരു നല്ല കാര്യം തന്നെയാണ്. ഇനിയും അങ്ങനെയുള്ള സഹായങ്ങൾ നമുക്കെല്ലാവർക്കും തുടരട്ടെ. പക്ഷേ നമ്മളിവിടെ ചിന്തിക്കേണ്ടത്, ഇങ്ങനെയുള്ള ചികിത്സാ സഹായങ്ങളും ഇങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളും അപകടങ്ങളും ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് വേണ്ട, നിങ്ങളറിയാൻ, നിങ്ങളെല്ലാവരും ഈ ലോകത്ത് ജീവിക്കുന്നവരാണ്, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരാണ്, നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അറിയുന്നവരാണ്. ഇവിടെയെല്ലാം നമുക്ക് എന്താണ് ആവശ്യം? പണം. കോടീശ്വരന് പണമുണ്ട്, പാവപ്പെട്ടവന് പണമില്ല. പാവപ്പെട്ടവന് ആവശ്യം വന്നു കഴിഞ്ഞാൽ ആര് സഹായിക്കും? എല്ലാ കാലത്തും നമുക്ക് മറ്റൊരാളെ സഹായിക്കാൻ പറ്റണമെന്നില്ല. നാളെ നമ്മുടെ സിറ്റുവേഷൻ, ഇന്ന് നമ്മുടെ സിറ്റുവേഷൻ മോശമാണെങ്കിൽ നാളെ നമ്മുടെ സിറ്റുവേഷൻ നല്ലതായിരിക്കാം. ഇന്ന് നമ്മുടെ സിറ്റുവേഷൻ നല്ലതാണെങ്കിൽ നാളെ നമ്മുടെ സിറ്റുവേഷൻ മോശമായിരിക്കാം.
എല്ലാ കാലത്തും നമുക്ക് ഒരാളെ സഹായിക്കാൻ പറ്റണമെന്നില്ല, എല്ലാ കാലത്തും നമുക്ക് സഹായം കിട്ടണമെന്നില്ല. അങ്ങനെയുള്ള സമയത്താണ് ഇങ്ങനെയുള്ള ഹെൽത്ത് ഇൻഷുറൻസിൻ്റെയൊക്കെ ആവശ്യകത. ഒരു പരിധിവരെ മറ്റാരുടെയും സഹായ സംരക്ഷണങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. ഒരു പരിധിക്കപ്പുറത്തേക്ക് നമുക്ക് സഹായങ്ങൾ ആവശ്യമായേക്കാം, നമുക്ക് ചോദിക്കേണ്ടി വരും, മറ്റുള്ളവരെ നമ്മളെ സഹായിക്കേണ്ടി വരും. ഇപ്പോൾ നടക്കുന്നത് പോലെ. സുഹൃത്തുക്കളെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമുക്ക് വീട് പണിയണം, കാറ് വേണം, ലക്ഷറീസ് ലൈഫ് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. പണമുണ്ടെങ്കിൽ നമുക്കിതെല്ലാം സാധിക്കുന്ന കാര്യമാണ്. പണമില്ലെങ്കിൽ ഓക്കെ, എനിക്കിപ്പോൾ അതിനുള്ള ശേഷിയില്ല, തൽക്കാലം എനിക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ആരോഗ്യാവസ്ഥ അങ്ങനെയല്ല. ഒരു അസുഖം വരുന്നത് അല്ലെങ്കിൽ ഒരു അപകടം വരുന്നത് അടുത്ത സെക്കൻഡിലായിരിക്കാം, നമ്മളതറിയില്ല, അത് വന്നു ചേരുക തന്നെ ചെയ്യും. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്. അതേസമയം ഒരു വീട് പണിയുക, ഒരു വണ്ടി മേടിക്കുക, ഒരു ലക്ഷറിയസ് ലൈഫ് നടത്തുക എന്നുള്ളത് നമ്മുടെ കയ്യിലാണ്. എനിക്ക് പണമുണ്ടോ ചെയ്യാം, ഇപ്പോൾ എനിക്ക് ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടോ, എനിക്കത് ഹോൾഡ് ചെയ്ത് വയ്ക്കാം. അവിടെയാണ് ഇതിൻ്റെ പ്രസക്തി. അത് നമ്മൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകണം. ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഒരു പ്രതിമാസം 20,000 രൂപ ശമ്പളം ഉണ്ട്. നിങ്ങളുടെ വീട്ടു ചിലവുകളും നിങ്ങളുടെ മറ്റ് ചിലവുകളും, കുട്ടികളുടെ സ്കൂള്, മറ്റ് സാമ്പത്തിക ലോണും ഇടപാടുകൾ, ഇതെല്ലാം ചേർന്ന് വരുമ്പോൾ നിങ്ങളുടെ 20,000 രൂപ തീരുന്നൊരവസ്ഥ. നിങ്ങൾക്കൊരു രൂപ പോലും സേവിങ്സ് ഇല്ല. ഇങ്ങനൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ വർഷങ്ങളോളമായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ട്, എക്സെപ്റ്റ് ഒരു ഹോസ്പിറ്റൽ നീഡ് ഒഴിച്ച് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു വരുമാനത്തിൽ തന്നെ കറക്റ്റായിട്ട് നടന്നു പോകുന്നു. എന്നാൽ ഒരു രൂപ നിനക്ക് സേവ് ചെയ്യാൻ മാത്രമില്ല എന്നുള്ളൊരു കൺസെപ്റ്റിൽ നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ നാളെ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും? നാളെ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കേസ് വരുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിലുള്ള ആർക്ക് വേണമെങ്കിലും ആയിക്കോട്ടെ, ഒരു ഹോസ്പിറ്റൽ നീഡ് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ കയ്യിൽ സേവിങ്സ് ഇല്ല. ഒന്നുകിൽ നിങ്ങളുടെ പ്രോപ്പർട്ടീസ് പണയം വയ്ക്കുക, സ്വർണ്ണം പണയം വയ്ക്കുക, ഇതൊക്കെ പിടിച്ച് ലോൺ എടുക്കുക, അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കുക. ഇതൊക്കെ തന്നെ നിവൃത്തിയുള്ളൂ. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ആ ഒരു എമൗണ്ട്, ഒരു നിശ്ചിത എമൗണ്ട്, ഒരു EMI ആയിട്ടൊരു ഇൻഷുറൻസ് എടുത്ത് നിങ്ങൾ കീപ്പ് ചെയ്താൽ ഓക്കെ, നിങ്ങൾക്ക് സേവിങ്സ് ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കും. നാളെ ഒരു ഹോസ്പിറ്റൽ കേസ് വന്ന് നിങ്ങൾ ഒരാളുടെ അടുത്ത് കാല് പിടിക്കാൻ പോകേണ്ട ആവശ്യം വരുന്നില്ല. അവിടെയാണ് ഇതിൻ്റെ വലിയൊരു പ്രസക്തി വരുന്നത്. ഈ ഒരൊറ്റ കാര്യം കൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പ്രസക്തി മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയൊക്കെയാണ് എൻ്റെ മനസ്സിൽ വന്നൊരു തോട്ട്സ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത്. എൻ്റെ മൈൻഡിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഇതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കുക, നിങ്ങൾ അറിയാവുന്നവരുമായിട്ട് ഇത് ഷെയർ ചെയ്യുക, സംസാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇതുപോലുള്ള വീഡിയോസ് എൻ്റെ ചാനലിലൂടെ വരുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. മറ്റുള്ളവർക്ക് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.